ഇന്ന് ഞാനാണെങ്കിൽ ഫ്രീ ഫയർ പ്ലേയേഴ്സിന് വേണ്ടി ഒരു അടിപൊളി ഡ്രാഗ് ഹെഡ് ഷോട്ട് 99% ഒരു ഫയലും കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫയലാണെങ്കിൽ 100% ആൻറ്റി ബാൻ ആണ്. അപ്പോൾ ഞാൻ ഈ ഫയലാണെങ്കിൽ കുറേ ദിവസമായി എൻ്റെ മെയിൻ അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫയലാണ് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്കാണ് തരാൻ പോകുന്നത്. വേറെ യൂട്യൂബേഴ്സ് തരുന്ന പോലെ വേറെ സൈറ്റിലേക്കൊന്നും പോകുന്ന ലിങ്ക് അല്ല, ഡയറക്റ്റ് ലിങ്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഞാൻ പറയുന്ന പോലെ ഈ ഒരു ഫയൽ നിങ്ങൾ യൂസ് ആക്കിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് അങ്ങാറ്റം ബാനായി പോയാൽ നിങ്ങൾ എന്നെ ഒന്ന് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് എന്തായാലും വേറൊരു അക്കൗണ്ട് തരുന്നതായിരിക്കും. അത്രയും കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫയൽ എന്തായാലും 100% ആൻറ്റി ബാൻ ആണ് ഫ്രീ ഫയറിൽ. ഈ ഒരു ഫയലിലാണെങ്കിൽ ഇതുവരെ ആരും അപ്ഡേറ്റ് ചെയ്യാതെ ഒരു സീക്രട്ട് ഫീച്ചറും കൂടിയുണ്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ ഗ്ലൂ ഇൻവിസിബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂവിൻ്റെ ഉള്ളിൽ കൂടി കയറാനും പറ്റും, പക്ഷേങ്കിൽ ഗ്ലൂവിൻ്റെ ഉള്ളിൽ കൂടി അടിക്കാനും പറ്റും. പക്ഷേ എനിമിക്ക് ഇതൊന്നും കാണൂല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫയൽ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനാദ്യം തന്നെ നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ കമന്റ് ബോക്സിൽ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ചാനൽ കയറിയിട്ട് വന്നെങ്കിൽ ആ ഫയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിന് ശേഷം ആ ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഇമ്പോർട്ടിൻ്റെ ചിഹ്നം കാണും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫയലിലേക്കാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അടിയിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് ചിഹ്നം കാണും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് വയ്ക്കും. പാസ്വേഡ് ആണെങ്കിൽ 29 അപ്പോൾ 29 അടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കൊടുക്കുക. അപ്പോൾ ഈ ഫയലെല്ലാം ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെറ്റർച്ചി പറഞ്ഞുകൊണ്ട് ഒരു ആപ്പ് ആണ്. അതെല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയാതെ. അതേപോലെ തന്നെ നിങ്ങൾ ഫ്രീ ഫയറിൻ്റെ APK കൂടി ഒന്ന് ഇതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ആണെങ്കിൽ ആ ഫ്രീ ഫയറിൻ്റെ APK ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്ലോബൽ APK ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അത് ഇൻസ്റ്റാൾ ഉണ്ടാവും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ ID ലോഗിൻ ചെയ്ത ശേഷം ഒന്ന് ട്രെയിനിങ് ഗ്രൗണ്ട് പോവുക. എന്നിട്ട് ഒന്ന് കുറച്ച് നേരം കഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ബാക്ക് അടിക്കുക. അതിൻ്റെ പുറത്തുള്ള മിനിമൈസ് ചെയ്ത് കളയുക. അതിന് ശേഷം ആ ഡ്രാഗ് ഹെഡ് ഷോട്ട് ഫയൽ ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക. അതിന് ശേഷം അതിൻ്റെ മേലെ ഡ്രാഗ് ഹെഡ് ഷോട്ട് ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക, ആൻഡ്രോയിഡ് എടുക്കുക, ഡാറ്റ എടുക്കുക. അപ്പോൾ നമ്മളെ ഫ്രീ ഫയറിനാണ് കോംപ്ലീറ്റ് ഫ്രീ ഫയർ എന്നായിരിക്കും ഫയലിൻ്റെ പേര്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് അതിനോട് ഫയൽസ് ഉണ്ടാവും. ആ ഫയൽസ് ഒന്ന് എടുക്കുക. അതിന് IL2CP എന്നാണ് അതിൻ്റെ ഒറിജിനൽ ഫയലാണ്. അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് റീനെയിം ചെയ്ത ശേഷം എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ആദ്യം ബാക്ക് അടിച്ചിട്ട് നമ്മൾ ഫയൽ പേസ്റ്റ് ചെയ്ത ഫോട്ടോ ഒന്ന് എടുക്കുക. അതിൻ്റെ അകത്താണെങ്കിൽ ഡ്രാഗ് ഹെഡ് ഷോട്ട് ഉണ്ടാവും, ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 ഫയൽ വന്നിട്ടുണ്ടാവും, ലൊക്കേഷൻ ഇല്ലാതെയും. അപ്പോൾ അതിൽ നിങ്ങൾ ലൊക്കേഷനിൽ എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ IL2CPP എന്നൊരു ഫയൽ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ച് കോപ്പി ചെയ്യുക. എന്നിട്ടാണെങ്കിൽ ഡിവൈസ് സ്റ്റോറേജ് എടുത്ത്, ആൻഡ്രോയിഡ് എടുത്ത്, ഡാറ്റ എടുത്ത്, അതിൽ കോംപ്ലീറ്റ് ഫ്രീ ഫയർ എടുത്ത്, അതിൽ ഫയൽസ് എടുത്ത് അതിൻ്റെ അകത്ത് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഹാക്ക് ഫയൽ IL2CP വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ 2 ഫയൽ ഉണ്ടാവും, ഹാക്ക് സിപ്പും ഉണ്ടാവും, ഒറിജിനൽ സിപ്പും ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ഗെയിം കയറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഹാക്ക് സിപ്പ് ആണെങ്കിൽ എക്സ്ട്രാ ടിയർ കൊടുത്തിട്ട് അപ്ലൈ ടു ഓൾ ഫയൽ കൊടുത്തിട്ട് ഒന്ന് റീപ്ലേസ് ചെയ്യുക. എന്നിട്ടാണെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഗ്ലോബൽ FF ഒന്ന് ഓപ്പൺ ആക്കുക. ലോബിയിൽ എത്തുന്നവരൊന്ന് വെയിറ്റ് ആക്കുക. ലോബിയിലെത്തിയ ശേഷം നിങ്ങൾ ഒരിക്കലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. സ്പോട്ട് തന്നെ അക്കൗണ്ട് അടിച്ചു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലോബിയിൽ ഒന്ന് വരിക. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ആക്കുക. അത് ക്ലോസ് ആക്കാൻ പാടില്ല. എൻ്റെ ഒറിജിനൽ സിപ്പ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ടിയർ ചെയ്തിട്ട് അപ്ലൈ ടു ഓൾ ഫയൽസ് കൊടുത്തിട്ട് റീപ്ലേസ് അടിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോരിക്കൽ ഗെയിം ക്ലോസ് ആക്കുന്ന ടൈമിൽ മിനിമൈസ് ആക്കിയ സീനില്ല, ക്ലോസ് ആക്കുന്ന ടൈമിൽ ഇതേ സ്റ്റെപ്പ് തന്നെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഒരിക്കലും അടിച്ചു പോകില്ല, ഞാൻ എന്തായാലും ഉറപ്പ് തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഞാൻ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഈ ഫയൽ പാച്ച് ആയാലും എന്തായാലും അതിലാതെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പിന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടതെന്ന് ചാനൽ സബ്സ്ക്രൈബും വീഡിയോക്ക് ലൈക്കും ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റും ചെയ്യുക.